സമ്പത്ത് നീ നൽകുക, അലാഹുബിഹി ആ സമ്പത്തിനോട് നിനക്ക് പ്രേമം ഉണ്ടായിരിക്കവേ ആർക്ക് കൊടുക്കുക? ബിൽ ഖുർബ നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കുക, വല്യത്താമ യതീമീങ്ങൾക്ക് കൊടുക്കുക, വൽ മസാക്കി മിസ്കീന്മാർക്ക് കൊടുക്കുക, വബിന സബീൽ വഴിയാത്രക്കാർക്ക് കൊടുക്കുക, കുടുങ്ങിയവർക്ക് കൊടുക്കുക. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് തിരിഞ്ഞവരുണ്ട്, ഒരു ചായക്ക് പൂതിയുണ്ട്, കയ്യിൽ പൈസ ഇല്ല, ഒരു ചായ കൊടുക്കുക. അവനെ നിർത്താൻ തന്നെ കണ്ടെത്താൻ കുടുങ്ങിയവനാണ്. അവർക്ക് ഇങ്ങോട്ടും അറിയും. ഹൃദയത്തിൽ കനിവുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയും, കനിവില്ലാത്തവനും തിരിച്ചറിയും. ഒരു കുടുങ്ങിയവൻ ഇങ്ങനെ നടക്കുകയാണെങ്കിലും ആരോടും ചോദിക്കൂല. എന്നോട് ചോദിച്ചാൽ ഈ വേഗം അന്ന് പോയി ശുക്രന്റെ സുജൂദ് ചെയ്യണം. നിന്റെ കൽബിൽ റഹ്മത്തുണ്ടെന്ന് ആൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തണ്ടി നടന്നാണ്ട് ഒരാൾ എന്നോട് വന്നാണ്ട് നിങ്ങളെടുത്തൊരു 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ തരുന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കൽ മാത്രമല്ല, അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. എന്തുകൊണ്ട്? പഠിച്ചോനെ, ഇത്ര മനുഷ്യന്മാരുണ്ടായിട്ടും അയാൾ എന്നോട് ചോദിച്ചാൽ കാരണം എന്താ? നിന്റെ കൽബിന്റെ കണ്ണാടിയാണ് നിന്റെ മുഖം, നിന്റെ കൽബിൽ റഹ്മത്തുണ്ട് എന്ന് അയാൾ കണ്ടുപിടിച്ചു.